ഇതിനിടയ്ക്കാണ് ഹിന്ദു മഹാസഭ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് അവകാശപ്പെടുന്നത്. ഇന്നിപ്പോ തോക്ക് സ്വാമി പറഞ്ഞത് മറ്റേത് ബീഫ് സ്വാമിയുടെ ഹിന്ദു മഹാസഭയാണ്, ഞങ്ങളുടെ ഹിന്ദു മഹാസഭയാണ് ഒറിജിനൽ, മറ്റേത് വ്യാജമായിട്ടുള്ള ഹിന്ദു മഹാസഭയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം അതൊരു കച്ചിത്തുരുമ്പാണ് കേട്ടോ. പക്ഷേ അതെ, ബീഫ് സ്വാമിയുടെ ചരിത്രം തോക്ക് സ്വാമി ഇന്നിപ്പോ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടത് ടി വിയിൽ പറയാൻ കൊള്ളാത്ത ചരിത്രമാണ്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇമാതിരി ഉടായിപ്പ് ആസാമിമാരൊക്കെ വരുന്ന സമയത്ത്, ഈ തലക്കെട്ടും മറ്റേ കാവി ഡ്രസ്സും ഒക്കെ വരുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ 7 അയലത്ത് കയറ്റാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കാതെ അതാണ്. അപ്പോൾ വിജയരാഘവൻ ഉണ്ടാക്കുന്ന ഡാമേജിനെ ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇടതുപക്ഷം നന്നായി അസസ് ചെയ്തില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ വിപത്ത് അവരെ സംബന്ധിച്ച് വരുന്നതിന് നമുക്കാർക്കും തടയാൻ പറ്റില്ല. അവർക്ക് തടയാൻ പറ്റുമോ എന്നുള്ളത് അവർ കാത്തിരുന്ന് കണ്ട കാര്യമാണ്. പക്ഷേ ഇത് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന ഒരു തരത്തിലുള്ള സാങ്ക്ടിറ്റിയും ഇല്ലാത്ത സംഘടനകളുടെ, ഒരു ചരിത്രവും ഇല്ലാത്ത ആളുകളുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എങ്ങനെ പറ്റി എന്നുള്ളതൊരു പ്രശ്നമാണ്.